കുറെ കാലമായിട്ട് ഒരു സഹോദരൻ എന്നോട് അറിയാതെ ഇഷ്ടമായി എന്ന ഈ സിനിമ കാണാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങോട്ട് കാണാന്ന് വിചാരിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കാണാൻ പോകുന്നത്. അവസാനത്തേതാകാതെ സൂക്ഷിച്ചോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര മനോഹരമായാണ് എന്റെ 2 മണിക്കൂർ വെറുതെ പോയത്. ഇയാള് നല്ല സുന്ദരിയായിട്ടുണ്ട്. അതിന് ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ല, ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ല, ഞാനടക്കം 10-15 പേരുണ്ട്. കുട്ടി, ഞാൻ എത്ര നാളെ തന്റെ പുറകെ നടക്കുന്നു. എനിക്കിന്നൊരു ഉത്തരം കിട്ടണം. ആദ്യം പോയിട്ട് ഇന്നലെ എഴുതിയ പരീക്ഷയുടെ ഉത്തരം ശരിയാണോന്ന് നോക്കടാ. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കാണ് അവന്റെ നമുക്ക് ചാടിച്ചത്താലോ ജയ. മോനെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ഈ ജോലിക്ക് പോവണ്ട. വലിയൊരു പാട്ടുകാരനാവണം. അതിനിപ്പോ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കഴിവും കൂടി വേണം. അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി. എന്താ ഇപ്പൊ വലിയ സന്തോഷം. ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഈ പ്യൂണിന്റെ ജോലിയൊന്നും എന്റെ മോന് വേണ്ട. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താ നല്ലൊരു ജോലി കിട്ടും. 1 വർഷത്തെ പഠനം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ ഇയാള് കോളേജിൽ പഠിക്കാണ്. ഇവനാണ് മനു. ഇവനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. അവന്റെ ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞതാ. അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. അതിപ്പോ കയ്യും കാലും തല്ലി ഒടിച്ചിട്ടായാലും വീടിന്റെ ഇറങ്ങി മൂലക്ക് ഇരുത്തല്ല. ഇവനാണ് സിദ്ധാർത്ഥ്. ഇവനാണ് മനുവിന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ. അനുഷ്ക ശർമ്മ മലയാള പടത്തിലോ? ഏതോ ഹിന്ദി പടത്തെ സീൻ അടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. അല്ല, ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അവര് കേസ് കൊടുക്കില്ലെന്നാവോ? അതിന് അനുഷ്ക ശർമ്മ ഇപ്പൊ ഇത് കാണാൻ നിക്കല്ലേ? എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല. ഇവനാ മനുവിന്റെ രണ്ടാമത്തെ കൂട്ടുകാരൻ. എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ഇതാരാ? മനുവിന്റെ 3ാമത്തെ കൂട്ടുകാരനാണോ? ഇയാളൊക്കെ കോളേജിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞാണ്ടല്ലോ. ഈ പടം ഞാൻ ഇവിടെ വെച്ച് നിർത്തും. മനുവിന്റെ 3ാമത്തെ കൂട്ടുകാരൻ. ഇനി നമ്മുടെ നായകന്മാരുടെ ഒരു ഇൻട്രോ സോങ്. മതി മതി, എപ്പോഴത്തേം പോലെ സ്കിപ്പ് അടിച്ചു വിടാ. ഭയങ്കര വിഷമമുണ്ടേ. രണ്ടാളും നേരത്തെ എത്തിയോ? എടി, ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. രണ്ടാളും നേരത്തെ എത്തിയോ? എടി, ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. വ്യക്തമായില്ല. മനു, നീ ഇങ്ങനെ വെറുതെ നിന്നാ പോരാ. നീ എന്റെ ഒപ്പം നിക്കണം. അതിനും ഭേദം അയാള് വെറുതെ നിക്കുന്നല്ലേ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 മണിക്കൂറിന്റെ ഈ പടത്തിൽ 1.25 മണിക്കൂർ ഈ പാട്ട് തന്നെയാണ്. ഇന്ന് ഫൈനൽ ഇയർ. ഞങ്ങൾ തമ്മിൽ ഒത്തിരി അടുത്ത് കഴിഞ്ഞു. ആദ്യമൊക്കെ പ്രണയത്തോടെ എനിക്ക് പേടിയായിരുന്നു. അതെന്താ, പ്രണയം ഇയാളെ പിടിച്ച് കടിച്ച? പേടിയല്ല, ഒരുതരം ഭയം. ഭയവും പേടിയൊക്കെ ഒന്നെ ആടോ. ആദ്യമൊക്കെ പ്രണയത്തോടെ എനിക്ക് പേടിയായിരുന്നു. അല്ല, പേടിയല്ല, ഒരുതരം ഭയം. ഭയം. ഈ സമയത്താണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോ സന്തോഷിക്കുന്ന ഒരു മകനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ അവിടെ ചെറി. പക്ഷേ അമ്മയെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ എനിക്ക് അവളെ പേടിയാ. ഇതൊക്കെ എത്ര എന്നോട് പറയുന്നേ. എപ്പോഴാ ചോദ്യം ചോദിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോ ടിയാമോ, ഇതിന്റെ ഉത്തരം എന്താണ്? അത് തേടി അലയുകയാണ് ഞാൻ. അമ്മ ഒറ്റയ്ക്കാണ്, അച്ഛൻ മരിച്ചു. അതുകൊണ്ട് ഇപ്പൊ നീ വല്ല ജോലിയും തേടിയിട്ടാലേ ടിയാമോൻ ടിയാനൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. എനിക്ക് ഇയാളെ ഇഷ്ടാ. പക്ഷെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊന്നു കളയുമായിരുന്നു. ഇനി അച്ഛൻ, ഏട്ടന്മാർ, ഏട്ടത്തി. ഇതെന്താ, ഓഡിയോ ബുക്കാണോ? അടുത്തത് മനുവിന്റെ ഒരു പാട്ടാണ്. വേണ്ട മോനെ, സ്കിപ്പ് അടിക്കാം. ഇതുപോലുള്ള പടത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ നല്ല പാട്ടുകാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് പാടുന്ന പാട്ടുകളാണ് സഹിക്കാൻ പറ്റാത്തത്. പുലർച്ചെ 3 മണിക്കൊക്കെ തൊടിയിലിരുന്ന് വയലിൻ വായിക്കുന്നത് മനുവിന്റെ ഒരു ശീലമാണ്. ഒരു ദിവസം മനു ലേഡീസ് ടോയ്ലറ്റ് കയറി മൂത്രമൊഴിക്കും. അത് മനുവിന്റെ ലവർ കാണും. അത്യാവശ്യമായതുകൊണ്ടാ. നോക്കുമ്പോ മനു ആ മൂത്രമൊഴിച്ച രംഗമൊക്കെ ആലോചിച്ച് പുളകിതനാവുകയാണ്. അവിടെ ഈ പാട്ട് വീണ്ടും വരും. എന്ത് മൂത്രമൊഴിച്ചു എന്നാണോ? ഇനി മനുവിനോട് കാമുകിയുടെ ഒരു കുസൃതി ചോദ്യം. ചോദ്യമല്ല, എങ്കിലും ഒരു ചെറിയ ചോദ്യം. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാവുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? അതൊക്കെ ഇവിടെ വെച്ച് എങ്ങനെ തരിക?
ലവർ എന്താണ് ചോദിച്ചതെന്ന് അറിയാതെ മനു ആകെ കൺഫ്യൂഷനിലാവുകയാണ്. അവിടെ വീണ്ടും ആ പാട്ട്, ആരും കാണാതെ ആരും കാണാതെ ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ടന്നെ ഉള്ളൂ ഇതില്, വേറൊന്നുമില്ല. ആരും കാണാതെ ആരും കാണില്ല, ആ ജാതി വെറുപ്പിക്കലല്ലേ. ഇതൊക്കെ ആരെങ്കിലും കണ്ടാലാണ് അത്ഭുതം. അങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരം തേടി മനു തന്റെ വീട്ടിലെത്തി. മനുവിന്റെ വീട്ടിൽ അമ്മയെ സഹായിക്കാൻ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. മനു ആ ചോദ്യം അവളോട് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനിതെപ്പോഴും പ്രതീക്ഷിക്കുന്നതാ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? അയ്യോ വേണ്ട സാറേ, കൊച്ചമാരറിഞ്ഞ വളരെ മോശമല്ലേ. അയ്യേ, ഈ മനുവേട്ടന്റെ ഒരു കാര്യം അബദ്ധമായോ? അബദ്ധായി. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അങ്ങനെ ആ ചോദ്യം മനു തന്റെ കൂട്ടുകാരോട് ചോദിച്ചു. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. അയ്യോ, ഈ തേന്മാവിൻ കൊമ്പത്തിലെ ലാലട്ട പറഞ്ഞ പോലെ വല്ല ബുദ്ധിക്കോ ഹേതു വല്ലതും ആയിരിക്കും. ഇത് തേന്മാവും കൊമ്പത്തിലെ ലാലേട്ടനല്ല, ഇതേതോ മൂക്കടപ്പ് വന്ന ലാലേട്ടനാണ്. വല്ല ബുദ്ധിക്കോ ഹേതു വല്ലതും ആയിരിക്കും. ആരും കാണാതെ. ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്, അല്ല ഞാൻ പറയാ. അങ്ങനെ മനു അവസാനം ആ ചോദ്യവുമായി ഒരു മാഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ടിയാമോ എന്ന് പറഞ്ഞാൽ എന്താ? ടിയാമോ എന്ന് വെച്ചാ അതിന്റെ അർത്ഥം ഐ ലവ് യു. അടിച്ചു മോനെ. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? വാ വാ വാ. ആൾ എന്താണ് ഉള്ളിൽ കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും പുറത്തോട്ട് വന്ന മനു ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഒരു പാട്ട്. ഇതിനൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് കേട്ടോ, നമുക്കറിയില്ല എന്നുള്ളൂ. മനുവിനെ കാണാൻ ഏതോ കല്യാണ റിസപ്ഷന്റെ ഇടയിൽ നിന്ന് ഓടി വന്ന ചെക്കനെ പോലെ ഉണ്ട് അയാളുടെ ഒരു ചുരിദാർ. അങ്ങനെ കോളേജിൽ പാർട്ടിക്കാർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ്. അതിനിടയിൽ പിടിച്ചുമാറ്റം പോയ മനുവിന് നല്ല തല്ല് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മനു എണീറ്റ് പോയിട്ട് തിരിച്ചടിക്കുന്നു. അതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ മനു ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി തുണിക്കടയിലേക്ക് പോയി. നോക്കുമ്പോ അവിടെയും അവൾ. ആരും കാണാതെ ആരും കാണാതെ നിന്റെ മോന്തയ്ക്കൊന്ന് തന്നാലോ? ആരും കാണാതെ കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മനുവിനെ കാണാണ്ടായി. ഹോ നന്നായി, ഇനി ആരും കാണാതെ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവില്ല. സിദ്ധു, മനുവിനെ എനിക്ക് കാണണം. അവനെ നമുക്ക് കണ്ടുപിടിക്കാം. ആരും കാണാതെ എന്ന് പാടി അവസാനം അയാളെ കാണാതായി. എവിടെ പോയാലും നമ്മൾ അവനെ കണ്ടുപിടിക്കും. ഇന്റർവെല്ലിന് ശേഷം ആരും കാണാതെ സ്ലോ വേർഷൻ. ആരും കാണാതെ, ആരും കാണാതെ. അതിന്റെ ഇടയിൽ നമ്മുടെ നായികയുടെ സൈക്കോ വല്യച്ഛൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ ഇയാൾക്കൊരു ഫ്ലാഷ് ബാക്ക്. ഇയാൾക്ക് പണ്ട് ആരും കാണാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രണയം പൊളിഞ്ഞു. ആളുടെ അനിയൻ ആ പെണ്ണിനെ കെട്ടി. ആ അനിയന്റെ മകളാണ് ഈ നായിക. അതോടെ ഇയാൾക്ക് ഭ്രാന്തായി. അതും ഈ കഥയും തമ്മില് യാതൊരു ബന്ധമില്ല. എന്നാലും വെറുതെ വെച്ചേക്കാണ്. നീ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണ എന്റെ ജിംബ്രൂട്ടാ? മനുവിനെ കുറിച്ച് എന്തൊക്കെയോ വലിച്ചനറിയാം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ കാണാതായ മനുവിനെ കൂട്ടുകാരൊക്കെ കൂടി കണ്ടുപിടിച്ചു. ഇതെങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, ഇതുവരെ ഉള്ളത് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ലിസ്റ്റിലേക്ക് ഇതും കൂടി ചേർന്നു എന്ന് മാത്രം. എന്തിനാ? നിനക്ക് സിനിമയിൽ പാടാൻ അവസരം കിട്ടിയിരിക്കുന്നു. അയാൾ ആ പാട്ടുപാടി പെട്ടെന്ന് അങ്ങോട്ട് പടർന്ന് പന്തലിക്കാണ്. ഇവനൊരുത്തൻ ഏത് നേരോ എന്തോ കുഴപ്പമുണ്ടല്ലോ. പഴയതൊക്കെ മറന്ന് ഈ വീട്ടിൽ അഭയം തന്നെ എന്നോട് തന്നെ വേണമായിരുന്നു ഈ ചതി. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കഥാപാത്രമായ നായികയുടെ വല്യച്ഛൻ മരിച്ചു. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രം. അങ്ങനെ ഒടുവിൽ മനുവിന്റെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചു. ഓ, ഇയാളാണോ ചെക്കൻ? അപ്പൊ എന്തായാലും കല്യാണം നടക്കില്ല. അങ്ങനെ ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഉടമ്പടി സമ്മതിക്കുന്നുവോ? സമ്മതമല്ല. സാധാരണ എല്ലാവരും സിനിമയിൽ ഇയാളെയാണ് വേണ്ടാന്ന് പറയാറ്. ഇവിടെ ഇയാളാണ് വേണ്ടാന്ന് പറയണത്. അതൊരു ട്വിസ്റ്റായി. പാവം മടുത്തുണ്ടാവും. കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി നിന്നതാ.
ദാ, നോക്ക്. പിരിയാത്തൊരാ അങ്ങനെ ഇയാൾ കാരണം അവരൊന്നിക്കുകയാണ്. അതോടെ അറിയാതെ ഇഷ്ടമായി എന്ന ഈ സിനിമ അവസാനിക്കുകയാണ്. അറിയാതെ ഇഷ്ടമായി എന്ന ഈ സിനിമ അറിയാതെ പോലും ആർക്കും ഇഷ്ടമാവില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും ഈ സിനിമ സജസ്റ്റ് ചെയ്ത ബ്രോക്ക് എന്റെ 1000 നന്ദി. എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ആരും കാണാതെ ഈ പടം പെട്ടിയിലായല്ലോ, അറിയാതെ ഇഷ്ടമായി, അന്നു മുതൽ ഒരു പേടി സ്വപ്നമായി.